നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോകുന്ന ക്ലോത്ത് തന്നെയാണിത്. കട്ട് ചെയ്ത് വെച്ച ക്ലോത്താണ്. അതിൻ്റെ വേസ്റ്റ് ക്ലോത്താണത്. വേസ്റ്റ് ക്ലോത്തിൽ ചെറിയൊരു ജോയിൻ കൊടുത്തിട്ടാണ് ഞാൻ വെച്ചിട്ടുള്ളത്. കറക്റ്റ് പീസായിട്ട് ഒരു സ്ക്വയർ പീസ് കിട്ടിയില്ല. അങ്ങനെ കറക്റ്റായിട്ടൊരു സ്ക്വയർ പീസ് കിട്ടണമെങ്കിൽ അങ്ങനെ മതി. അങ്ങനെ കിട്ടാത്തത് കൊണ്ട് ഒരു സൈഡിലേക്ക് മാത്രം ജോയിൻറ്റ് കൊടുത്തിരിക്കണം കേട്ടോ. നമുക്ക് ഒരു സ്ക്വയർ പീസായിട്ട് വേണം. ആ പീസിനെ അങ്ങനെ നിവർത്തി വെക്കാം. നിവർത്തി വെച്ചതിന് ശേഷം നമ്മുടെ ക്യാൻവാസ് എടുക്കാം. ക്യാൻവാസിൽ ഗമ്മുള്ള ഭാഗമുണ്ട്. അതായത് ഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മെഴുക് പോലെ. ആ മെഴുകുള്ള ഭാഗം നമ്മുടെ ക്ലോത്തിലേക്ക് തട്ടണം. കാരണം ഇതിൻ്റെ മേലെ ചൂട് വെക്കുമ്പോൾ ഈ മെഴുക് ഉരുക്കിയിട്ട് നമ്മുടെ ക്ലോത്തിൽ പതിഞ്ഞ് ഒട്ടി നിൽക്കണം. മെഴുകല്ല, ഒരു ഗമ്മാണ്, ഒട്ടി നിൽക്കണം. അപ്പോൾ അതിന് ഭാഗത്തിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഈ ഗമ്മുള്ള ഭാഗം താഴെ വെക്കണം. ഒരു കാരണവശാലും ഇത് മേലെ വെച്ചിട്ട് നമ്മൾ തേപ്പ് വെട്ടി മേലെ വെക്കരുത്. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അയൺ ബോക്സിൽ ഈ ഗമ്മ് മൊത്തം ഒട്ടി പിടിച്ചിട്ട് ഉരുകിപ്പോകും. അപ്പോൾ ഗമ്മുള്ള ഭാഗം താഴെ വരുന്ന രീതിയിൽ ഇങ്ങനെ വെക്കണം. ഓക്കെ, ആദ്യം നമ്മുടെ ക്ലോത്ത് ഒന്ന് തേച്ച് കൊടുക്കാം. കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ ആ റൗണ്ട് വെച്ചതിന് ശേഷം അതിൻ്റെ മേലെ നമ്മുടെ അയൺ ബോക്സ് വെച്ച് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ അവിടെ ഒട്ടി വരും. ഇപ്പോൾ നമ്മുടെ ക്ലോത്തിൽ ഒട്ടിപ്പിടിച്ചു. നമ്മുടെ ക്ലോത്തുമ്മൽ നമ്മുടെ ഈ ഒരു ക്യാൻവാസ് ഒട്ടി നിന്നിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ ഈ ചൂട്ടോടെ തന്നെ നമുക്ക് ഇവിടെയും കൂടി ഒന്നങ്ങോട്ട് തേച്ച് തരാം. ആദ്യം നമുക്ക് ഒരു തയ്യൽ തുമ്പ് എന്നുള്ള രീതിയിൽ കുറച്ച് വെച്ചിട്ട് ഒരു 1/2 ഇഞ്ചോളം, അല്ലെങ്കിൽ 1/4 ഇഞ്ച് വേണ്ട, എന്തായാലും ഒരു 1/2 ഇഞ്ചോളം തന്നെ നമുക്കിവിടെ എടുക്കാം. ഈ ഒരു ഭാഗം തന്നെ കട്ട് ചെയ്ത് തരാം. ഒന്നിലും നമ്മൾ തയ്ക്കുമ്പോൾ തന്നെ ഇതിനോട് ഇങ്ങനെ ഒരുമിച്ച് വെച്ചിട്ട് ഇങ്ങനെ തയ്ച്ചിങ്ങോട്ട് വരാതല്ല. ഏതായാലും നമ്മൾ തേപ്പ് പെട്ടി ചൂടായിട്ടിരിക്കുന്നതല്ലേ, അപ്പോൾ ആ തേപ്പ് പെട്ടി കൊടുക്കാൻ എന്നെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വെച്ച് നോക്കാം. നമ്മൾ പിള്ളേർക്ക് ഷർട്ടൊക്കെ തയ്ക്കുന്ന സമയത്ത് ഷർട്ടിൻ്റെ താഴ്ഭാഗം ഇതേപോലെ മടക്കി തേച്ച് കഴിഞ്ഞാൽ നമ്മൾ തയ്ക്കാനിരിക്കുന്ന സമയത്ത് ആ മടക്ക് ഇവിടെ തെന്നിപ്പോകില്ല. ഇതിലിപ്പോൾ എന്തായാലും നമ്മൾ മടക്ക് തെന്നിപ്പോകില്ല, കാരണം ഓൾറെഡി നമുക്കിത് ക്യാൻവാസ് ഉള്ളതിൻ്റെ പേരിൽ നമുക്ക് തെന്നി പോകാനില്ല. എങ്കിലും നമ്മുടെ തേപ്പ് പെട്ടി ചൂടായിട്ടിരിക്കുന്നതാണല്ലോ, അതുകൊണ്ട് നമ്മളിങ്ങനെ ഒന്ന് തേച്ച് കൊടുക്കാമെന്ന് മാത്രം. ഓക്കെ, അത് കഴിഞ്ഞു. അതിന് ശേഷം ഈ മേൽഭാഗം കറക്റ്റാക്കി വെട്ടി കൊടുക്കുക. നമ്മുടെ ക്യാൻവാസിനോട് ചേർന്നിട്ട് തന്നെ വെട്ടി കൊടുക്കുക. ഓക്കെ, ക്യാൻവാസിനോട് ചേർന്ന് വെട്ടി കൊടുത്തതിന് ശേഷം ഇതിൻ്റെ സെൻറ്റർ ഭാഗം കാണാം. ഈ ക്യാൻവാസിൻ്റെ സെൻറ്റർ ഭാഗം ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കണ്ടിട്ട് ഇവിടെ ഒരു നോട്ട്സ് ഇട്ട് കൊടുക്കുക. നമ്മുടെ ക്യാൻവാസിൻ്റെ സെൻറ്റർ ഭാഗം അതാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അതുപോലെ ഈ സെൻറ്റർ ഭാഗം ഇവിടെ നമുക്ക് മനസ്സിലാക്കാനും പറ്റും. കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യാന്നുള്ളത് കൂടി നോക്കാം. ആദ്യം നമ്മുടെ ക്യാൻവാസിൻ്റെ ഈ ചുറ്റുഭാഗം, നമ്മൾ എക്സ്ട്രാ എടുത്ത ഈ പീസ് ഉണ്ടല്ലോ, അതിൻ്റെ ചുറ്റുഭാഗത്തും ഇങ്ങനെ തയ്ച്ച് വരിക. നമ്മളിത് തയ്ച്ചിട്ട് ഉൾവശത്തേക്കാണ് വരയ്ക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. അതല്ല നമ്മളിത് തയ്ച്ചിട്ട് പുറം വശത്തേക്കാണ് വരയ്ക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സ്റ്റിച്ച് ചെയ്യേണ്ട. 2 സ്റ്റിച്ച് പുറത്ത് കാണുമ്പോൾ ഒരു ബോറാണ്. ഓൾറെഡി നമ്മൾ തേച്ച് വൃത്തിയിൽ വെച്ചതാണല്ലോ, അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ പെർഫെക്ഷൻ കിട്ടും. അതുകൊണ്ട് എക്സ്ട്രാ തുണിൻ്റെ ആവശ്യമില്ല. നമ്മുടെ ഡ്രസ്സിൻ്റെ നെക്കിൻ്റെ ഭാഗമാണ് ഇവിടെ സെൻറ്റർ ഭാഗം. ഇത് സ്ലീവിൻ്റെ ഭാഗം, ഇത് നെക്കിൻ്റെ സെൻറ്റർ ഭാഗമാണ്. അപ്പോൾ നമ്മൾ ഈ സെൻറ്റർ ഭാഗത്തൊരു നോട്ട്സ് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ പിടിച്ചിട്ട് ഇവിടെ ചെറിയൊരു കട്ടിങ് കൊടുക്കുക. ഓക്കെ,
കട്ടിങ് കൊടുത്തതിന് ശേഷം നമ്മുടെ ക്യാൻവാസിലുള്ള കട്ടിങ്ങും ഈ ക്ലോത്തിലുള്ള കട്ടിങ്ങും കൂടി ഒരുമിച്ച് വെക്കാം. അതിൻ്റെ സെൻറ്റർ ഭാഗം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അത് ഒരുമിച്ച് വെച്ചിട്ട് ഈ നീഡിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കാം. ഓക്കെ, അതങ്ങനെ വെച്ചതിന് ശേഷം ബാക്കിയുള്ള ഭാഗങ്ങൾ ക്ലീൻ ചെയ്യാം. ഈ ക്യാൻവാസിൻ്റെ ഇവിടുത്തെ സെൻറ്റർ ഭാഗവും ക്ലോത്തിൻ്റെ സെൻറ്റർ ഭാഗവും ഒരേ ഭാഗത്താണോ വരണമെന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യാം. നമുക്ക് ഇത് രണ്ടും കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ നേരെ ഈ സെൻറ്ററിലേക്ക് കൊണ്ടുവരണം. ഈ ഒരു സെൻറ്റർ ഭാഗമാണ് നമ്മൾ ക്ലോത്തിൻ്റെ സെൻറ്റർ ഭാഗവും ഈ ക്യാൻവാസിൻ്റെ സെൻറ്റർ ഭാഗവും ഒരുമിച്ച് വെച്ചതിന് ശേഷം ഈ സ്റ്റിച്ചിനെ നേരെ ഈ സെൻറ്റർ ഭാഗത്തേക്ക് കൊണ്ടുവരാം. ഇനി ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്ലോത്തുമ്മലാണ് നമ്മൾ തയ്ക്കേണ്ടത്. അതായത് ഈ ക്ലോത്തുമ്മലാണ് സ്റ്റിച്ച് വരേണ്ടത്. അല്ലാതെ ക്യാൻവാസിൻ്റെ മേലേക്ക് തയ്യൽ തുമ്പ് വരരുത്. ആ രീതിയിൽ വേണം തയ്ച്ച് വരാൻ. നമ്മൾ ഈ സെൻറ്ററിൽ ഒരു സ്റ്റിച്ച് കൊടുത്ത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തെന്നി പോവാതിരിക്കാനാണ് കേട്ടോ. ഈ ഒരു സൈഡ് നമ്മൾ കറക്റ്റായിട്ട് റൗണ്ട് ഷേപ്പിൽ തന്നെ തയ്ച്ച് വൃത്തിയാക്കി വന്നു. ഇനി അതേ സ്റ്റിച്ച് ഇവിടുന്ന് ഇവിടം വരെ സ്റ്റിച്ച് ചെയ്ത് വരാം. നമ്മളത് ക്യാൻവാസിൽ ടച്ച് ചെയ്യാതെ, കണ്ടില്ലേ, നമ്മൾ ക്യാൻവാസിലല്ല ടച്ച് ചെയ്തിട്ടുള്ളത്, ക്ലോത്തിലാണ്. ഈ രീതിയിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ ക്യാൻവാസിൽ വീതി എടുക്കുമ്പോൾ തയ്യൽ തുമ്പ് കുറച്ചിട്ട് എടുക്കണ്ടെന്ന് പറയുന്നത്. മറിച്ച് നമ്മൾ ക്ലോത്തിലാണ് കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ക്ലോത്തിൽ അവിടുന്ന് ഒരു തയ്യൽ തുമ്പ് ഇത്രയും കുറച്ചിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാൻ. കാരണം സ്റ്റിച്ച് വരുന്ന ഭാഗം 3 ഇഞ്ചിലായിരിക്കും. മനസ്സിലായി? ഇപ്പോൾ 3 ഇഞ്ചിൽ തന്നെ കട്ട് ചെയ്താൽ പിന്നെ അപ്പുറത്തേക്കല്ലേ സ്റ്റിച്ച് പോവുക. മറിച്ച് ക്യാൻവാസിലാകുമ്പോൾ ക്യാൻവാസ് കറക്റ്റ് മാർക്ക് ചെയ്യുമ്പോൾ തന്നെ കറക്റ്റ് ആ 3 ഇഞ്ചിൽ തന്നെ മാർക്ക് ചെയ്ത് വരിക, അവിടെ തന്നെ കട്ട് ചെയ്ത് വരിക. കാരണം ക്യാൻവാസിലല്ല നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്, ക്യാൻവാസിന് തൊട്ട് താഴെയുള്ള ക്ലോത്തിലാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് കട്ട് ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 4 ഇഞ്ച് കുറച്ചിട്ട് വേണം കട്ട് ചെയ്യാൻ. അതായത് തയ്യൽ തുമ്പിന് ഉള്ളത് ഇങ്ങോട്ടേക്ക് ഇറക്കിയിട്ട് വേണം കട്ട് ചെയ്യാൻ. ആ കട്ടിങ്ങാണ് നമ്മൾ ക്ലോത്തിൽ എപ്പോഴും ക്യാൻവാസ് ഇല്ലാതെ കട്ട് ചെയ്യുന്ന ക്ലോത്തിൽ എടുക്കുന്ന അളവ്. ഇത് തന്നെ നിങ്ങൾക്ക് പുറത്തേക്കാണ് ഈ പട്ട പുറത്തേക്കാണ് വരണമെന്നുണ്ടെങ്കിൽ അകത്ത് വെച്ച് തയ്ച്ചിട്ട് പുറത്തേക്ക് മറിക്കാം. ഓക്കെ, ഇതിനകത്തൊന്നും കൂടുതൽ തയ്യത്തുമ്പ് വെക്കരുത്. 6 ഇഞ്ചിൻ്റെ ഭാഗത്ത് 6 ഇഞ്ച് ഒന്നായിട്ട് തയ്യത്തുമ്പ് വെക്കരുത്. ഒരു ബോറാണ്, ഉണ്ട പോലെ നിൽക്കും. അതിനുശേഷം ഈ ക്ലോത്തിനെ, അതായത് ക്യാൻവാസിനെ ഉള്ളിലേക്ക് മറിച്ചിട്ട് വീണ്ടും തയ്ക്കുക. നമുക്കിവിടെ എക്സ്ട്രാ ഒരു സ്റ്റിച്ചിൻ്റെ ആവശ്യമില്ല. കാരണം ക്യാൻവാസ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് എക്സ്ട്രാ ഇവിടെ നിന്നുകൊണ്ട് സ്റ്റിച്ച് ഇടേണ്ട ആവശ്യം വരുന്നില്ല. അതിനെ ഉള്ളിലേക്ക് മറിച്ചിട്ട് ധൈര്യമായിട്ട് പുറംവശം തയ്ച്ച് വരാം.
ഇത്രേ ഉള്ളൂ. ഇനി ഇതിനകത്ത് നമുക്ക് വേണമെങ്കിൽ ഇത് ജസ്റ്റ് ഒന്ന് ലൈനിങ് ഇല്ലാത്തതായതുകൊണ്ട് ഒന്നിങ്ങനെ ഇത് മലർന്ന് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ലൈനിങ് ഇല്ലല്ലോ, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് തുന്നി കൊടുക്കുക. ഉൾവശം ചെറുതായിട്ടൊരു ഹെം ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ ഉൾവശം എങ്ങനെയാണ് ഹെം ചെയ്യാന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. നമുക്ക് എല്ലാ ഭാഗത്തും ഹെം ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒരു 3 സൈഡിൽ മാത്രമായിട്ട് ഹെം ചെയ്ത് കൊടുത്താൽ മതി. ആദ്യം സെൻറ്ററിൽ ഇവിടെ നിന്ന് കൊണ്ടുവരാം കേട്ടോ. നമ്മുടെ ഈ സൈഡിൽ നിന്ന് തന്നെ കൊണ്ടുവരാം. ഒരു സ്റ്റിച്ച് അതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ ചുരിദാറിൻ്റെ ടോപ്പിൽ ചെറിയൊരു കുത്ത്, അതായത് വളരെ ചെറിയൊരു സ്റ്റിച്ച് ഇത്രേ വേണ്ടുള്ളൂ അല്ലേ, അറിയാത്ത രീതിയിൽ. അതിന് ശേഷം അതിനെ ഉള്ളോട്ടേക്ക് കൊണ്ടുവന്നിട്ട് കെട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യാം. രണ്ടോട്ടായിട്ട് ഇതിനെടുത്തിട്ട് കെട്ടിട്ട് കൊടുക്കുക. അത് പിന്നെ അയ്യില്ല കണ്ടോ, ഒറ്റ സ്റ്റിച്ച് ഉണ്ടാവുള്ളൂ, അതിന് വേണ്ടി അഴിഞ്ഞു പോരില്ല. അതേപോലെ തന്നെ ഈ 2 സൈഡിലും കൊടുക്കട്ടോ, ഇവിടെ ഒന്നും കൂടി കാണിക്കാം, ശ്രദ്ധിച്ചോ. ഈ ഒരു ഭാഗത്ത് ആദ്യം നമ്മുടെ ഈ ക്ലോത്തിൽ ജസ്റ്റ് ഒന്നിങ്ങനെ കൊണ്ടുവരാം. അതിന് ശേഷം നമ്മുടെ ചുരിദാറിൻ്റെ ക്ലോത്തിൽ, നമ്മുടെ ഡ്രസ്സിൻ്റെ നെക്കിൻ്റെ ക്ലോത്തിൽ ചെറുതായിട്ട് ചെറിയൊരു സ്റ്റിച്ച് ഉണ്ടല്ലേ, വളരെ ചെറിയൊരു സ്റ്റിച്ച് എടുക്കുക. അവിടെ ഒന്നിൽ കൂടുതൽ തവണ ഇങ്ങനെ ചുറ്റി വരുമ്പോൾ ഇവിടെ പുറത്തേക്ക് കാണുമ്പോൾ ഭയങ്കര ബോറായിരിക്കും. അപ്പോൾ ഒറ്റ തവണ കുത്തിയിട്ട് ഒന്നുകിൽ ഇവിടെ നിന്ന് തന്നെ കെട്ടിട്ട് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ ഇവിടെ നിന്ന് തന്നെ കെട്ടിട്ട് പോരാം. അത് കെട്ടായി ഇനി തഴിയൂല. അതേപോലെ സെൻറ്ററിൽ നിന്നും ഈ സൈഡിലേക്കും